7 ദിവസത്തേക്ക് മുനിവര്യന്മാർ പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മകനായിരിക്കുന്ന ജനമേജയൻ പിന്നീട് സർപ്പസത്രം നടത്തുമൊക്കെ അങ്ങനെ ഒരു വലിയൊരു സ്റ്റോറി അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഈ 7 ദിവസം കൊണ്ട് ഭാഗവത പാരായണം നടത്തിയതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് നമുക്ക് 7 ദിവസത്തെ സപ്താഹം നടക്കുന്നത്. കലിയുഗത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞതുകൊണ്ടാണോ ഇപ്പോൾ സപ്താഹം വർഷാവർഷം നമ്മൾ നടത്തുന്നത്? തീർച്ചയായിട്ടും മുൻകാലങ്ങളിലൊക്കെ 12 വർഷത്തിലൊരിക്കൽ സപ്താഹം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട അത്രയും വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഒരു സപ്താഹം നടത്തുന്നത്. പക്ഷേ ഇപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വർഷാവർഷം മിക്ക ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട്. അത് കലിയുഗം ശക്തമായിരിക്കുന്നത് കൊണ്ട് ഒരുപാട് തെറ്റായ അനീതികളാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഈശ്വര സേവയിലേക്ക് അടുക്കുക എന്നുള്ളൊരു ഇത് അതിൻ്റെ ഒരു ഇതിലുണ്ട്, പിന്നിലുണ്ട്. കാരണം അത്രയും അധർമ്മം നടക്കുന്നുണ്ട് ലോകത്ത്. ഈ അധർമ്മത്തിൽ നിന്ന് പുറത്തു വരാൻ നിയമത്തിന് പോലും ഒരു പരിധികളുണ്ട്. എപ്പോഴാണോ ഒരു വ്യക്തിക്കുള്ളിൽ ഈശ്വര ചൈതന്യം നിറയുന്നത് അപ്പം മാത്രമേ ആ വ്യക്തി തിന്മയിൽ നിന്ന് പുറത്തു വരും. അതുകൊണ്ട് കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുക, അത് മാത്രമാണ് ഒരു വഴി. അതിന് സപ്താഹം വളരെയധികം അനുയോജ്യമാണ്. സപ്താഹ പാരായണം ചെയ്യുന്നത് ഒരു ആചാര്യനായിരിക്കണമെന്ന് നിർബന്ധമായിട്ട്, യജ്ഞാചാര്യൻ എന്നാ പറയുക, അദ്ദേഹം ആചാര്യനായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഉദയത്തിന് മുൻപും അസ്തമയത്തിന് ശേഷവും പാരായണം ചെയ്യാൻ പാടില്ല. അതുപോലെ മുൻപേ നിശ്ചയിച്ച വ്യക്തികളായിരിക്കണം പാരായണം ചെയ്യുന്നത്. അറ്റ് ദ ടൈം ഒന്നും ഒരാളെ കൊണ്ടുവന്നിരുത്തുക, അതൊന്നും നടക്കാത്ത കാര്യമാണ്. 7 ദിവസമാണ് നമുക്ക് പൊതുവെ സപ്താഹം നടക്കുന്നത്. ഈ 7മായി ബന്ധപ്പെട്ടിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിന് തക്ഷകൻ എന്ന് പറയുന്ന പാമ്പ് കടിയേറ്റ് മരിക്കുന്നു പറഞ്ഞപ്പോൾ 7 ദിവസത്തേക്ക് മുനിവര്യന്മാർ പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സൂത മഹർഷിയുടെ ഒരു കഥയുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മകനായിരിക്കുന്ന ജനമേജയൻ പിന്നീട് സർപ്പസത്രം നടത്തുമൊക്കെ അങ്ങനെ ഒരു വലിയൊരു സ്റ്റോറി അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഈ 7 ദിവസം കൊണ്ട് ഭാഗവത പാരായണം നടത്തിയതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് നമുക്ക് 7 ദിവസത്തെ സപ്താഹം നടക്കുന്നത്. പക്ഷെ അത് ഉദയത്തിന് മുൻപും പാടില്ല, അസ്തമയത്തിന് ശേഷവും പാടില്ല. പാരായണം വായിക്കുന്നത് ഈ സൂര്യൻ ഉള്ള സമയത്തായിരിക്കണമെന്ന് വളരെ നിർബന്ധമാണ്. കലിയുടെ കൽമശം ഓരോ ദിവസവും കൂടി വരികയാണ്. നമ്മൾക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു മക്കളെ പോലും ശാരീരികമായി ഉപദ്രവിച്ചിട്ട് കൊന്നുകളയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നീചത്വം നിറയുന്നത് മനുഷ്യനിൽ കലി അധിവസിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കലിയെ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് സപ്താഹമാണ്. അതുകൊണ്ട് തന്നെ ഏത് ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ സപ്താഹത്തിൽ പങ്കെടുക്കണം. ഒരു മനുഷ്യായുസിൽ എത്രത്തോളം സപ്താഹത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ അത്രത്തോളം പുണ്യമാണ് നമ്മളിൽ നിന്ന് അറിയുന്നത്. കോടിക്കണക്കിന് ജന്മങ്ങളെടുത്താൽ നമ്മൾ പല തെറ്റുകൾ ചെയ്തിട്ടല്ലേ മനുഷ്യജന്മത്തിൽ എത്തുന്നത്. അപ്പോൾ ആ കോടിക്കണക്കിന് തെറ്റുകളുടെ ഫലത്തിൻ്റെ കാഠിന്യം കുറക്കാൻ സപ്താഹത്തിന് സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് സപ്താഹം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം ആ പാരായണം. കാരണം ശ്രീമദ് ഭാഗവതമാണ് ആ വായിക്കുന്നത്, സാധാരണ ഒരു ബുക്കല്ല വായിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് ആ ഭാഗവതം ശ്രവിച്ചിട്ടാണ് മോക്ഷം ലഭിക്കുന്നത് അദ്ദേഹത്തിന്. അല്ലെങ്കിൽ അതൊരു സർപ്പദംശനം ഏറ്റിട്ട് മരണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ട് അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുന്നതേ സപ്താഹ പാരായണം കേട്ടിട്ടാണ്. സൂതമുനി നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ നിയറസ്റ്റ് കേൾക്കാൻ പോകാൻ സ്ഥലമില്ലെങ്കിൽ തന്നെയും ഭാഗവതം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. സ്വമേധയാ വായിക്കുക. ചിലവർക്ക് ഇപ്പം ശ്ലോകം വായിക്കാൻ പറ്റില്ലായിരിക്കാം, വേണ്ട, അതിൻ്റെ ഗദ്യരൂപത്തിലുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം ഇസ്കോണിൻ്റെ തന്നെ 18 വോളിയൂംസ് ഭാഗവതമുണ്ട്. അത്രയും വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ ചെറിയ ബുക്സുകളുണ്ട് ഭാഗവതത്തിൻ്റെ, ഒരൊറ്റ ബുക്കായിട്ട് കിട്ടുന്നതുണ്ട്. അപ്പം അതെല്ലാം വായിക്കുക. ചൈതന്യ ചരിതാമൃതം വായിക്കുക. അതൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗവതത്തിൻ്റെ സപ്താഹ യജ്ഞത്തിൻ്റെ തന്നെ ഒരു അനുഗ്രഹം ലഭിക്കുന്ന പറയുന്നത്. പ്രത്യേക ചടങ്ങുകളോ ഈ പാരായണമല്ലാതെ എന്തെങ്കിലും? ഒരുപാട് ചടങ്ങുകളുണ്ട്. രുക്മിണി സ്വയംവരം വരുമ്പോൾ ദേവിയെ കൊണ്ടുവന്ന് അവരെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു വധുവിനെയും വരനെയും എങ്ങനെയാണോ കല്യാണം കഴിപ്പിക്കുന്നത് അതുപോലെയുള്ള കല്യാണ ചടങ്ങുകളെല്ലാം ഉണ്ട്. വസ്ത്രദാനം ചെയ്യുന്ന ചടങ്ങുകളുണ്ട്, അലങ്കാര ചടങ്ങുകളുണ്ട്, രുക്മിണിയും കൃഷ്ണനുമായി വേഷം കെട്ടി വരുന്ന ചടങ്ങുകളുണ്ട്. വരന്റെ ഭാഗത്തുള്ള ആൾക്കാർ, വധുവിന്റെ ഭാഗത്തുള്ള ആൾക്കാർ, വളരെ മനോഹരമായ ചടങ്ങുകളാണ് സപ്താഹത്തിൽ. നമ്മളത് ഹൃദയം കൊണ്ട് അതിൽ ഇൻവോൾവ് ആവണം. ഒരിക്കൽ ഞാനും രുക്മിണി ഗ്രേറ്റ്. അതൊക്കെ മഹാഭാഗ്യമാണ് കേട്ടോ. നമ്മള് എന്താ പറയാ, നിസ്സാരമല്ല. ഈശ്വരനും ദേവിയും നിശ്ചയിച്ച വ്യക്തികൾക്ക് അങ്ങനെ ആവാൻ പറ്റൂ. അതൊക്കെ വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കുക, അല്ലെങ്കിൽ അവരെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അനുഗ്രഹമാണ്. നമ്മുടെ ഈ ജന്മത്തിന്റെ പുണ്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ എത്തുക, അല്ലെങ്കിൽ ഒരു
സപ്താഹം നടക്കുന്ന സ്ഥലത്തെത്തുക, പിന്നെ അവിടെ സപ്താഹ വേദിയിൽ നമുക്ക് പഴങ്ങൾ പച്ചക്കറികളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പേ കോഴിക്കോട് ഒരു ക്ഷേത്രത്തിൽ സപ്താഹം ഉണ്ടായപ്പോൾ അവിടെ 7 ദിവസത്തെ പച്ചക്കറിയും നമ്മുടെ ട്രസ്റ്റാണ് കൊടുത്തത്, ഗുരുവായൂർ മഞ്ജരീസ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സപ്താഹ വേദിയിൽ ഇരിക്കുന്നവർക്ക് അന്നദാനം കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞത് ഭയങ്കര മഹാദാനമാണ്. സപ്താഹം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ വേണ്ട സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാന്ന് പറയുന്നത് എത്ര ജന്മങ്ങളുടെ പാപം തീരുന്ന കാര്യമാണെന്നറിയാമോ? നമ്മൾ വിചാരിക്കും കൊടുത്തു പിന്നൊന്നും കിട്ടിയില്ല, അങ്ങനെയല്ല, അത്രയും ജന്മ ദുരിതങ്ങളാണ് തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ പുനർജന്മം ഉണ്ടെങ്കിൽ തന്നെയും അത് സൗഖ്യമുള്ളൊരു ജന്മമായിരിക്കും. രോഗദാരിദ്ര്യ ദുരിതങ്ങളാൽ നമ്മൾ അലയേണ്ടി വരില്ല. ഭഗവാന്റെ വിവാഹം വരെ നടക്കുന്നുണ്ടല്ലോ ആ വേദിയിൽ. ഭഗവാനും ദേവിയും ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന സമയമല്ലേ അത്. അപ്പൊ നമ്മളും ആ വിവാഹത്തിൽ പങ്കെടുക്കുക. ഇപ്പൊ വർഷാവർഷം പല പല ക്ഷേത്രങ്ങളിൽ സപ്താഹമുണ്ട്. ഒരുപാട് പേര് വായിക്കുന്നുണ്ട് സപ്താഹത്തിന്. ഒരാള് ശ്ലോകം വായിക്കും, ഒരാൾ അതിന്റെ ഭാവാർത്ഥം പറയും. അവരൊക്കെ ആചാര്യന്മാരായിരിക്കണം, അത് നിർബന്ധം. ആചാര്യസ്ഥാനത്തിരിക്കാത്തവർ സപ്താഹത്തിന് വന്നിട്ട് കാര്യമില്ല. ഇല്ല. അത് ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ടോ? ആചാര്യന്മാരല്ലാത്തവർ വായിക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. കുറച്ചെന്തെങ്കിലും പരിമിതമായ അറിവ് വെച്ചിട്ട് വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും ശരിയല്ല ചെയ്യുന്നത് ഒരിക്കലും. കാരണം പിന്നെ സപ്താഹം ചെയ്യാൻ ഇത്ര പണം എന്ന് പറഞ്ഞ ആചാര്യന്മാർ ക്ഷേത്രങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നവരുണ്ട്. അതും ശരിയല്ല. എൻ്റെ ഒരു ഇതാണ് കേട്ടോ. കാരണം നമ്മൾ ഈശ്വരീയ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നിനും കണക്ക് പറഞ്ഞു വാങ്ങരുത്. ദക്ഷിണ ഒരിക്കലും കണക്ക് പറഞ്ഞു വാങ്ങരുത്. എന്താണോ തരുന്നത് അത് നമ്മൾ വാങ്ങിക്കാന്നല്ല. ഇപ്പം നമുക്കൊരു അറിവും ഇല്ല, ഞാനൊന്നും അറിവിൻ്റെ കാര്യത്തിൽ ഒന്നുമല്ല, ബിഗ് സീറോ ആണ്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തെങ്കിലും 1-2 വാക്കുകൾ എപ്പോഴെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുമ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വിളിച്ച് നമ്മൾ പോകുമ്പോൾ, ഗുരുവായൂർ മഞ്ജരീസ് ഒരിക്കലും ദക്ഷിണ വാങ്ങില്ല ക്ഷേത്രത്തിൽ. നമ്മളിപ്പോൾ 6-7 ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തി. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ വരാനുള്ള അനുഗ്രഹം ഈശ്വരൻ തന്നു അല്ലേ. നമുക്ക് ജോലി ചെയ്യാൻ, കർമ്മം ചെയ്യാൻ ഈശ്വരൻ ഒരു മേഖല തന്നിട്ടുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ ദക്ഷിണ വാങ്ങില്ല. അത് ഈശ്വരൻ്റെ പണമാണ്. അത് ഈശ്വരൻ്റെ ആ ഭൂമി വലുതാവാനും അവിടെ കാര്യങ്ങൾ നടക്കാനും നമ്മൾ സമർപ്പണം ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ക്ഷേത്രത്തിലും അത് വാങ്ങിയാൽ തന്നെ അവരുടെ ഉപജീവന മാർഗമാണെങ്കിൽ അത് കണക്ക് പറഞ്ഞു വാങ്ങാൻ. അത് അവരെന്ത് നമുക്ക് സമർപ്പിക്കുന്നു അത്. അങ്ങനെയുള്ള ആചാര്യന്മാർ ഇഷ്ടം പോലെയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒത്തിരി ആളുകൾ ഒരു പൂജയ്ക്കും, ഇതൊന്നല്ല ഒരു പൂജയ്ക്കും വാങ്ങരുത്. പഴയ കാലത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടു നമ്മുടെ സമൂഹം. അല്ല, ദക്ഷിണ വാങ്ങുക എന്ന് പറയുന്നത് ആ ദോഷം നമ്മളിലേക്ക് വാങ്ങുക എന്നുള്ളതാണോ? അങ്ങനെയല്ല. പിന്നെന്താ? അത് ഒരു എന്താ പറയാ, ഒരിക്കലും ഒരാളുടെ ദോഷം മറ്റൊരാളിലേക്കൊന്നും എത്തില്ല. അതുപോലെ നമ്മൾ ശപിച്ചാൽ അവർക്ക് ഏൽക്കുന്നു, അതൊക്കെ ശാപമല്ല, അത് താപമാണ്. അതായത് ഇപ്പം എൻ്റെ ഉള്ളിൽ ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു, അവരിപ്പം നമ്മളോട് ഷൗട്ട് ചെയ്യുന്നു, നമ്മളും തിരിച്ച് ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു അർത്ഥവും ഇല്ല, അത് വേസ്റ്റ് ആയി പോകും. അത് അതേസമയം നമ്മളൊന്നും പറയാതെ നിസ്സഹായതയോടുകൂടി ഉള്ളിൽ തപിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ വേദന, അതിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് നമ്മുടെ ഹൃദയവേദനയാണ്. ആ ഹൃദയവേദന അവർക്കതൊരു ശാപമായി മാറും. അത് താപമാണ്. പിന്നെ ഒരാളെ ദോഷം മറ്റൊരാൾക്ക് വാങ്ങാനൊന്നും നടക്കത്തില്ല. അത് അവർ ജന്മജന്മാന്തരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കർമ്മഫല ദുരിതങ്ങളാണ്. അത് ആ വ്യക്തി തന്നെ അനുഭവിച്ച് തീരണം. അല്ലാതെ അത് ഒരിക്കലും മറ്റൊരാൾക്ക് വാങ്ങലൊന്നും, അതൊക്കെ കുറച്ച് തെറ്റായ ചിന്താഗതികൾ. സപ്താഹം എല്ലാ വർഷവും നടക്കുന്നത് കൊണ്ട് കലിയെ കുറച്ചൊക്കെ എങ്കിലും നമുക്ക് ഭക്തരുണ്ടായി, ഒരുപാട് ഭക്തർ വന്നു. ഇപ്പം കൊറോണയ്ക്ക് ശേഷം ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ സത്സംഗം ചെയ്തു തുടങ്ങി. ഒരുപാട് ഭക്തരായി ഇപ്പം എല്ലാവരും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്ലാസ് എടുക്കുന്നവരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ അല്ലേ. ഒരുപാട് അറിയുന്നവരും അറിയാത്തവരും എല്ലാം വന്നിരുന്ന് ഫേസ്ബുക്ക് ഒരു മാനദണ്ഡമാക്കി. നമ്മളും അതിൽ തന്നെ പോകുന്നു, ഇല്ലാന്നല്ല. പക്ഷെ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി. പിന്നെ ചിലവരുടേത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ചിലത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, ചിന്തിച്ചിരുന്നു പോകും. ചിലവരത് കേൾക്കുമ്പോൾ എന്തിനു വേണ്ടി എന്നും തോന്നും. പക്ഷെ ആഗ്രഹമാണ് ഈശ്വരനെ കുറിച്ച് പറയാൻ. എല്ലാവർക്കും പറയാൻ അനുഗ്രഹം കിട്ടട്ടെ, എല്ലാവരിലും ഈശ്വരീയത നിറഞ്ഞു കിട്ടട്ടെ. അപ്പൊ സ്പിരിച്വാലിറ്റിയും അത് കൂടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ സമൂഹം തന്നെ നന്നാവും, അതാണ് വേണ്ടത്. നമ്മുടെ ഹൈന്ദവ കമ്മ്യൂണിറ്റി, സനാതന ധർമ്മം അത് ശക്തമാവണം. അതിനു വേണ്ടിയാണ് വരും തലമുറയിൽ നമ്മളും എല്ലാം ശ്രമിക്കുന്നത്. എത്രയോ പേര് നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നൊരു വെജായി, ഒരുപാട് പേര് വെജിറ്റേറിയൻസ് ആയി. അങ്ങനെ പക്ഷി മൃഗാദികളെല്ലാം ഉപദ്രവിക്കാതെ നല്ല വ്യക്തിത്വമുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. നമസ്തേ. സമ്പൂർണ്ണ ജാതകം
സാധാരണ ജാതകമല്ല, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.